പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഷാലോം ശുശ്രൂഷകളോട് ചേർന്ന് ഈ വചനം തിരുവചനം ശുശ്രൂഷകളോട് ചേർന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. അച്ഛനോട് ചേർന്ന് പറയാൻ പറ്റുന്നവരൊക്കെ കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ഈശോയെ ആരാധന, പരിശുദ്ധാത്മാവെ ആരാധന, ഈ ഷാലോം ശുശ്രൂഷയോട് ചേർന്ന് ഈ വചനം തിരുവചനം ശുശ്രൂഷയോട് ചേർന്ന് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഈ ശുശ്രൂഷകളുടെ നാമത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഇന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ബാധിച്ചിരിക്കുന്ന, ഞങ്ങളുടെ ജീവിതങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ തകർച്ചകളെയും, എല്ലാ അസ്വസ്ഥതകളെയും, എല്ലാ ബന്ധനങ്ങളെയും ഈ ശുശ്രൂഷകളുടെ നാമത്താൽ, ഈ ശുശ്രൂഷകളുടെ ശക്തിയാൽ അവിടുന്ന് എടുത്തു മാറ്റണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന, കർത്താവെ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു 2-3 വർഷങ്ങൾക്ക് മുൻപ് യൂറോപ്പിൽ, ജർമ്മനിയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് 80ഓളം യുവാക്കന്മാർ ഒരു ഭീകര സംഘടനയിൽ ചേർന്നു. അവിടുത്തെ ജനങ്ങൾ അത്ഭുതപ്പെട്ടു. ഒന്നിനും കുറവില്ലാത്ത തങ്ങളുടെ രാജ്യത്ത് നിന്ന് എന്തുകൊണ്ട് 80ഓളം പേര് ഈ ഭീകര സംഘടനയിൽ ചേരാൻ കാരണം? അവരത് അന്വേഷിച്ചപ്പോൾ അവർക്ക് കണ്ടെത്താൻ സാധിച്ചത്, ഈ ഭീകര സംഘടനയിൽ ചേരുന്നതോടെ ഇവരിൽ ഒരുതരം പൈശാചികത വന്ന് നിറയുകയാണ്. ഈ പൈശാചികതയ്ക്ക് ശക്തി കൂട്ടാൻ മദ്യവും മയക്കുമരുന്നും അതുപോലെ തന്നെ ചെറിയ പെൺകുട്ടികളെയുമെല്ലാം അവർക്ക് ലഭിക്കുന്നു. ഇതിൻ്റെ ഫലമായി അവരുടെ ജീവിതത്തിൽ വലിയൊരു അരാജകത്വം, അവരിൽ മനുഷ്യത്വം നഷ്ടപ്പെട്ട് അവർ മൃഗങ്ങളായി മാറുകയാണ്. അങ്ങനെ മൃഗങ്ങളായ മനുഷ്യന് പിന്നെ എന്തും ചെയ്യാൻ മടിയില്ല. അവന് ജീവന്റെ വില മനസ്സിലാക്കാൻ പറ്റുന്നില്ല, യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവന് ലഭിക്കുന്ന സുഖങ്ങളുടെയും പ്രത്യേകിച്ച് അധാർമികമായ സുഖങ്ങളുടെ പിന്നാലെ അവൻ പായുമ്പോൾ അവൻ മൃഗത്തേക്കാൾ അധപ്പതിക്കുന്നതായിട്ട് അവിടെ ജനങ്ങൾ അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ജർമ്മനിയിൽ മാത്രം നടക്കുന്ന ഒരൊറ്റപ്പെട്ട സംഭവമായിട്ട് ഇതിനെ കാണരുതെന്ന് ആധ്യാത്മിക പിതാക്കന്മാർ പഠിപ്പിച്ചു. കാരണം മനുഷ്യൻ മൃഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ആധുനിക ലോകത്ത് പല ജനസമൂഹങ്ങളും അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ മൃഗമായി മാറിയ മനുഷ്യനെ യഥാർത്ഥത്തിലൊരു മനുഷ്യനാക്കാൻ, ബെനഡിക്റ്റ് പാപ്പയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മനുഷ്യവൽക്കരണം നടത്താൻ, ഈ ലോകത്ത് നന്മ ഉള്ളിൽ സൂക്ഷിക്കുന്ന എല്ലാവരുടെയും കടമയും, പ്രത്യേകിച്ച് ദൈവവിശ്വാസികളുടെ ദൈവം നൽകിയ വലിയ ഒരു ഉത്തരവാദിത്വമാണെന്നുള്ള, അല്ലെങ്കിൽ ഒരു ദൈവവിളിയാണെന്നുള്ള ഒരു ബോധ്യമാണ് പ്രത്യേകിച്ച് സഭയിലെ മക്കൾക്ക് ലഭിക്കുന്നത്. ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് മൃഗീയമായി മാറിയ ഒരു വ്യക്തിയെ എങ്ങനെ മനുഷ്യനാക്കുവാനും എങ്ങനെ ദൈവീകമാക്കുവാനും സാധിക്കുക, അതിനെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ്റെ തലച്ചോറിലും ഹൃദയങ്ങളിലും അവൻ്റെ ജീവിതത്തിലും
അവൻ്റെ മജ്ജയിലും മാംസത്തിലും ഇറങ്ങി മനുഷ്യനെ ഒരു രൂപാന്തരീകരണത്തിലേക്ക് നയിക്കണം. അപ്പോൾ ഇപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആ മൃഗീയമായ വാസനകൾ, വെറുപ്പിൻ്റെ, വൈരാഗ്യത്തിൻ്റെ, സുഖത്തിൻ്റെ, കൊലപാതകത്തിൻ്റെ, പെടുമരണങ്ങളുടെ, ദുർമരണങ്ങളുടെ, ആത്മഹത്യകളുടെ ഈ ഒരു സംസ്കാരത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒരു പുതിയ മാനവികതയിലേക്ക്, ഒരു പുതിയ സംസ്കാരത്തിലേക്ക് മനുഷ്യന് കടക്കാൻ കഴിയണം. അപ്പോൾ അതിനുത്തരം ബൈബിളിൽ തേടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ഉത്തരം, വചനാഭിഷേകം കൊണ്ട് മനുഷ്യൻ നിറയണം. വചനാഭിഷേകത്താൽ നിറയുന്ന ഒരു വലിയ ഉദാഹരണം നമുക്ക് ബൈബിളിൽ കണ്ടെത്താൻ സാധിക്കും. അത് വേറൊരിടത്തുമല്ല, ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിലാണ്. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പ്രവാചകൻ ഇപ്രകാരം പറയുകയാണ്: അങ്ങയുടെ വചനങ്ങൾ, അതായത് ദൈവത്തിൻ്റെ വചനങ്ങൾ ഞാൻ കണ്ടെത്തിയപ്പോൾ അവ ഞാൻ ഭക്ഷിച്ചു. എന്ന് പറഞ്ഞാൽ ഞാൻ ആ വചനത്തെ അങ്ങ് തിന്നു. വചനത്തെ ഗ്രഹിച്ചു എന്നല്ല, വചനത്തെ മനനം ചെയ്തു എന്നല്ല, വചനം വായിച്ചു എന്നല്ല, ഞാൻ ആ വചനത്തെ ഭക്ഷിച്ചു. അതായത് പൂർണ്ണമായിട്ട് വചനം എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറി. ഭക്ഷണം നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാകുന്നത് പോലെ വചനത്തെ ജെറമ്യ ഭക്ഷണമാക്കുകയും ആ വചനത്തെ ഭക്ഷിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ജെറമ്യ പഠിപ്പിക്കുകയാണ്. അവ എനിക്ക്, അതായത് ദൈവവചനം എനിക്ക് ആനന്ദാമൃതമായി എൻ്റെ ഹൃദയത്തിന് സന്തോഷം ലഭിച്ചു. അതായത് എൻ്റെ ഹൃദയത്തിന് ഒരു പുതിയ ചൈതന്യം ലഭിച്ചു. അപ്പം മൃഗവാസനകൾ മാറി എൻ്റെ ഹൃദയത്തിന് ഒരു നന്മയുടെ, സ്നേഹത്തിൻ്റെ, കൃപകളുടെ, ഐശ്വര്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഒരു കൃപയും ഒരു ശക്തിയും എൻ്റെ ഹൃദയത്തിന് ലഭിച്ചുവെന്ന് ജെറമ്യ സാക്ഷ്യപ്പെടുത്തുകയാണ്. ജെറമ്യായുടെ ഈ സാക്ഷ്യത്തിൻ്റെ ദൈവശാസ്ത്രം വിശകലനം ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദൈവവിളിയുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4 മുതൽ 11 വരെ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ടപ്പോഴേ, നീ രൂപം പ്രാപിച്ചപ്പോഴേ, രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. അതായത് ജെറമ്യ പ്രവാചകന്റെ ദൈവവിളിയാണ്. നീ മാതാവിൻ്റെ ഉദരത്തിൽ രൂപം പ്രാപിച്ചപ്പോഴേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനിക്കുന്നതിന് മുൻപേ നിന്റെ ശരീരത്തെ, നിന്റെ ഹൃദയത്തെ, നിന്റെ മനസ്സിനെ ഞാൻ വിശുദ്ധീകരിച്ചു. മാത്രമല്ല, എന്തിനാണ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചത്? ജനതകൾക്ക് പ്രവാചകനാകാനാണ്. അപ്പൊ ഈ ഒരു വലിയ ദൈവവിളി ജെറമ്യായ്ക്ക് ലഭിച്ചപ്പോഴ് ജെറമ്യ ഞെട്ടിപ്പോകുകയാണ്. ഇതിനുള്ള യോഗ്യത എനിക്കുണ്ടോ? ഒരു മനുഷ്യൻ്റെ തൻ്റെ കുറവുകള്, തൻ്റെ ബലഹീനതകള്, തൻ്റെ പാപങ്ങള് തന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു എന്നുള്ള ബോധ്യമാണ്. തന്നെ ദൈവീകതയിൽ നിന്ന് അകറ്റുന്നു എന്ന ബോധ്യമാണ്. മനുഷ്യന്റെ നന്മകളിൽ നിന്ന് തന്നെ അകറ്റുന്നു എന്ന ബോധ്യമാണ്. അതുകൊണ്ട് നിഷ്കളങ്കതയോടെ ജെറമ്യ തനിക്ക് ലഭിച്ച ആത്യന്തികമായ വിളിക്ക് ഉത്തരം കൊടുക്കുന്നത് ഇങ്ങനെയാണ്: അപ്പോൾ ഞാൻ പറഞ്ഞു, ജെറമ്യ 1:6, അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല. അതായത് ദൈവം ഒരു മനുഷ്യന് കൊടുത്ത ആ ദൈവവിളി, പ്രവാചകന്റെ ദൈവവിളി,
തൻ്റെ കുറവുകൾ നിമിത്തം, തൻ്റെ സന്തോഷമില്ലാത്ത അവസ്ഥ നിമിത്തം, തൻ്റെ ആനന്ദമില്ലാത്ത അവസ്ഥ നിമിത്തം, തൻ്റെ കൃപയില്ലാത്ത അവസ്ഥ നിമിത്തം ജെറമ്യ പറയുന്നത്, ഞാൻ ബാലനാണ്, എനിക്ക് പാഠവുമില്ല. ദൈവം ഒരു മനുഷ്യനെ ഏൽപ്പിക്കുന്ന ഈ ലോകത്തെ നവീകരിക്കാൻ, ഈ ലോകത്തെ വിശുദ്ധീകരിക്കാൻ, ദൈവത്തിൻ്റെ ഉപകരണമായി മാറാനുള്ള ആ ദൈവവിളി തൻ്റെ കുറവുകൾ നിമിത്തം, തൻ്റെ പോരായ്മകൾ നിമിത്തം, ഒരുപക്ഷെ നമ്മുടെ അഹന്ത നിമിത്തം, നമ്മുടെ സ്വാർത്ഥത നിമിത്തം, നമ്മുടെ തലക്കനം നിമിത്തം നമുക്കതിൽ ബ്ലോക്ക് വരികയാണ്. ദൈവത്തിൻ്റെ വിളിക്ക് പ്രത്യുത്തരം കൊടുക്കാനാവാതെ നാം തളർന്നു നിൽക്കുകയാണ്. ഉടനെ ദൈവം കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടിയാണ്. ദൈവം ജെറമ്യായ്ക്ക് കൊടുക്കുന്ന ഉറപ്പ് പിന്നീടുള്ള വചനങ്ങളിൽ നാം വായിച്ചു കേൾക്കുകയാണ്. ജെറമ്യ 1:7 ഇങ്ങനെ പറയുന്നുണ്ട്, നീ വെറും ബാലനാണെന്ന് നീ കരുതി നീ അസ്വസ്ഥനാകേണ്ട. നീ ഒരു ബാലനാണെന്ന് നീ പറയരുത്. നീ ഞാൻ അയക്കുന്നിടത്തേക്ക് പോകണം. ഞാൻ കൽപ്പിക്കുന്നത് സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട. നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യന് ഭയം വരുമ്പോൾ അവൻ പാപത്തിലേക്ക് വീഴും. അതിന് കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ അനുഭവിക്കാൻ സാധിക്കുന്നില്ല. അവൻ ഇരുട്ടിലേക്ക് വീഴും. ഇരുട്ട് നമുക്കറിയാം, സങ്കടം കൊടുക്കും, നിരാശ കൊടുക്കും, വിഷാദം കൊടുക്കും. തങ്ങളുടെ വിളിയുടെ അല്ലെങ്കിൽ താൻ എന്തിനു വേണ്ടി ഈ ലോകത്ത് ജനിച്ചു, തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഒരുപക്ഷെ നാം മറന്നുപോകും. ഇവിടെ ദൈവം കൊടുക്കുന്ന ഗ്യാരണ്ടിയാണ്, നീ നിന്റെ ബലഹീനതകളെക്കുറിച്ചോർത്ത്, നീ നിന്റെ കുറവുകളെക്കുറിച്ചോർത്ത് നീ ആകുലപ്പെടേണ്ട. ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും. ജെറമ്യ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ദൈവം കൊടുക്കുന്ന ഗ്യാരണ്ടിയാണ്. എന്തിനാണെന്നറിയാമോ? മാനവകുലത്തിന് മുഴുവൻ ദൈവത്തിൻ്റെ വിശുദ്ധി കൊടുക്കാൻ, ദൈവിക നിയമങ്ങൾ ലോക ഹൃദയങ്ങൾക്ക് കൊടുക്കാൻ, മനുഷ്യ ഹൃദയങ്ങൾക്ക് കൊടുക്കാൻ, എന്നിട്ട് മനുഷ്യരുടെ ഹൃദയങ്ങളെ ഒരു പുതിയ ഹൃദയമാക്കി മാറ്റാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ കൊണ്ട് തീർന്നില്ല. ദൈവത്തിൻ്റെ വചനം എങ്ങനെയാണ് ജെറമ്യയിലേക്ക് ആവഹിച്ച് ജെറമ്യയെ ബലപ്പെടുത്തുന്നത്, ജെറമ്യയെ വിശുദ്ധിയുള്ളവനാക്കുന്നത്, ജെറമ്യ എങ്ങനെയാണ് ശക്തനായ ഒരു മനുഷ്യനാകുന്നത്, ജെറമ്യ എങ്ങനെയാണ് ഒരു ദൈവപുരുഷനാകുന്നത്. ജെറമ്യ 1:9 മുതൽ 10 വരെ നാം വായിക്കുന്നു. അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അധരങ്ങളെ സ്പർശിച്ചു. എന്നിട്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിക്കുന്നു. പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്തുവാനും നട്ടുവളർത്തുവാനും വേണ്ടി ഇന്നിതാ സകല ജനതകളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ സകലവിധ തിന്മകളെ പിഴുതെറിയാൻ, മൃഗീയ വാസനകളെ നശിപ്പിക്കാൻ, ചൈതന്യമില്ലാത്ത അവസ്ഥകളെ ബന്ധിക്കാൻ, ബഹിഷ്കരിക്കാൻ ദൈവത്തിൻ്റെ വചനം ജെറമ്യായുടെ നാവിലേക്ക് വെച്ചു കൊടുക്കുകയും ആ വചനാഭിഷേകത്താൽ ജെറമ്യ ലോകം മുഴുവനുമുള്ള ജനങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഉപകരണമായിട്ട് അവരോധിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ജെറമ്യായുടെ പ്രത്യേകത? ഒന്ന്, ജെറമ്യ ചെയ്തത് കർത്താവ് തനിക്ക് നൽകിയ ഒരു വചനത്തെയും പാഴാക്കിയില്ല. ദൈവം നൽകിയ വചനത്തെ
ദൈവം നൽകിയ കൽപ്പനകളെ, ദൈവം നൽകിയ സ്നേഹത്തെ ജെറമിയ പാഴാക്കിയില്ല. അതൊരു ഭക്ഷണത്തെ പോലെ ജെറമിയ കഴിക്കുകയും ആ ദൈവവചനം, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സംരക്ഷണം, ദൈവത്തിൻ്റെ ഗ്യാരണ്ടി ജെറമിയയുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. ജെറമിയയുടെ കോശമായി മാറുകയാണ്. ഇതാണ് ജെറമിയയുടെ ശരീരത്തെ ബലപ്പെടുത്തിയത്. ഇതാണ് ജെറമിയയുടെ ഹൃദയത്തെ സന്തോഷമുള്ളതാക്കിയത്, ആഹ്ലാദമുള്ളതാക്കിയത്, ജെറമിയയുടെ ജീവിതത്തെ മധുരമുള്ളതാക്കി മാറ്റിയത്. രണ്ടാമത് ജെറമിയ തിരിച്ചറിയുന്ന സത്യം, തൻ്റെ ഹൃദയത്തിന് സന്തോഷം നൽകുന്നത് വേറെ ഒന്നുമല്ല, ദൈവത്തിൻ്റെ വചനമാണ്. ഈ ലോകത്തിലെ മറ്റൊന്നിനും തൻ്റെ ഹൃദയത്തിന് ശാശ്വതമായ സമാധാനം നൽകാൻ സാധിക്കില്ല. ദൈവത്തിൻ്റെ വചനത്തിന്, വേർഡ് ഓഫ് ഗോഡിന് മാത്രമാണ് തൻ്റെ ജീവിതത്തെ ആഹ്ലാദമുള്ളതാക്കാൻ, സന്തോഷമുള്ളതാക്കാൻ സാധിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം ഒരു പക്ഷേ തൻ്റെ ശരീരത്തിലേക്ക് വരുമെങ്കിലും അതിനൊരിക്കലും തൻ്റെ ജീവിതത്തെ പ്രസന്നമുള്ളതാക്കാൻ, തേജസ്സുള്ളതാക്കാൻ, കൃപയുള്ളതാക്കാൻ വേറെ ഒന്നിനും സാധിക്കില്ല എന്ന് ജെറമിയ പ്രവാചകൻ തൻ്റെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം സ്വീകരിക്കുന്നവൻ ദൈവത്തിൻ്റെ ഉപകരണമാണ്. അവൻ യഥാർത്ഥ മനുഷ്യനാകും. അവൻ ദൈവീകമായ രീതിയിലേക്ക് അവൻ വളരും. ഇത് ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ മാത്രമല്ല നാം കാണുന്നത്. മറ്റൊരു വലിയ പ്രവാചകനായ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്: മനുഷ്യപുത്ര, നീ കാണുന്ന ചുരുൾ ഭക്ഷിക്കുക. ദൈവം തന്നെ ആവശ്യപ്പെടുകയാണ് ചുരുള് ഭക്ഷിക്കാൻ, അതായത് ദൈവത്തിൻ്റെ വചനത്തെ ഭക്ഷിക്കാൻ. ദൈവത്തിൻ്റെ വചനം നിന്റെ ശരീരത്തിൻ്റെ, നിന്റെ ജീവിതത്തിൻ്റെ, നിന്റെ മനസ്സിൻ്റെ ഭാഗമാകണമെന്നുള്ള വിളിയാണ്. തുടർന്ന് അതിൻ്റെ അവസാന ഭാഗത്തിൽ നാം കേൾക്കുകയാണ്, എസെക്കിയേൽ ഉടനെ ചെയ്തത്, ഞാൻ വാ തുറന്നു, അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു, ഞാനത് ഭക്ഷിച്ചു, എൻ്റെ വായിൽ അത് തേൻ പോലെ മധുരിച്ചു. ദൈവത്തിൻ്റെ വചനം എസെക്കിയേൽ പ്രവാചകന്റെ ജീവിതത്തിൽ തേൻ പോലെ മധുരമുള്ളതായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, അനുദിന ജീവിതത്തിൽ സങ്കടങ്ങളും വേദനകളും കാരണം എത്രയോ കയ്പാണ് നാം പലപ്പോഴും കഴിക്കുന്നത്. കയ്പ് നിറഞ്ഞൊരു ജീവിതമല്ലേ? കയ്പ് നിറഞ്ഞ ജീവിതം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഇന്ന് പഠിപ്പിക്കുകയാണ്. ഇതിന് ഏറ്റവും വലിയ ഉത്തരമെന്ന് പറയുന്നത് ദൈവവചനം തന്നെയാണ്. ആ ദൈവവചനത്തെ നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് നാം ആവഹിക്കുമ്പോൾ നമ്മുടെ ജീവിതം തേൻ പോലെ മധുരിക്കുമെന്ന് എസെക്കിയേൽ പ്രവാചകന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിലും ഇതേപോലൊരു അനുഭവം വിശുദ്ധ യോഹന്നാൻ ഉണ്ടാകുകയാണ്. ഞാൻ ഒരു മാലാഖയുടെ കയ്യിൽ നിന്ന് ഗ്രന്ഥം വാങ്ങി വിഴുങ്ങി, അത് എൻ്റെ വായിൽ തേൻ പോലെ മധുരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെളിപാടിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ദൈവവചനമെന്ന് നാം മനസ്സിലാക്കുകയാണ്. എന്താണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളമുള്ള ദൈവവചനം? അത് വേറെ ഒന്നുമല്ല, കർത്താവായ യേശുക്രിസ്തുവാണ്. അനുദിന പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ നാവിലേക്ക് വരുന്നത്
നമ്മുടെ നാവിലേക്ക് വരുന്ന ഗ്രന്ഥം, നമ്മുടെ നാവിലേക്ക് വരുന്ന ചുരുള് പരിശുദ്ധ കുർബാനയാണ്. പരിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തെ മധുരമുള്ളതാക്കി മാറ്റും, നമ്മുടെ ശരീരത്തെ ആരോഗ്യമുള്ളതാക്കി മാറ്റും, നമ്മുടെ ജീവിതത്തെ സമ്പന്നമാക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പൗലോസ്ലീഹ 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു: ദൈവവചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ജീവനുള്ളതാണ്. ക്രിസ്തു ജീവിക്കുന്നു. അത് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അപ്പോൾ വേർഡ് ഓഫ് ഗോഡ് ഈസ് ജീസസ്. ദൈവവചനം യേശുവാണ്. അത് നമ്മുടെ മജ്ജയിലും മാംസത്തിലും സന്ധിബന്ധങ്ങളിലുമൊക്കെ തുളച്ചു കയറി നമ്മുടെ തലച്ചോറിൽ നന്മതിന്മകളെ വിവേചിച്ചറിയാനുള്ള ശക്തിയായി, കൃപയായി, അഭിഷേകമായി നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മൃഗമായ മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ചുരുക്കി പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ നീ നിന്റെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ, നീ നിന്റെ ജീവിതത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കുമ്പോൾ, നിന്റെ ശരീരത്തിന്, നിന്റെ ഹൃദയത്തിന്, നിന്റെ സമൂഹത്തിന് രൂപാന്തരീകരണം വരികയാണ്. അതായത് വചനം, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തു മനുഷ്യനിൽ വരുമ്പോൾ ബെനഡിക്റ്റ് പാപ്പ പറഞ്ഞതാണ്, മനുഷ്യവൽക്കരണം നടക്കുകയാണ്. മൃഗീയമായ വാസനകളിൽ നിന്ന് മാനവികതയിലേക്കും ദൈവികതയിലേക്കുമുള്ള മനുഷ്യൻ്റെ യാത്രയാണ് ദൈവവചനത്തോടെ, പരിശുദ്ധ കുർബാനയുടെ സ്വീകരണത്തോടെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ലൂക്ക 24:22 വഴിയിൽ വെച്ച് വിശുദ്ധ ലിഖിതം വിശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ തന്നെ അവരുടെ ഹൃദയം ജ്വലിച്ചത്. ദൈവവചനം നമുക്ക് പോസിറ്റീവ് എനർജിയാണ്. നിയമാവർത്തന പുസ്തകം 28:3 ദൈവവചനത്തിൻ്റെ ശക്തി പഠിപ്പിക്കുന്നുണ്ട്. ദൈവവചനത്താൽ നീ നഗരത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, കൃഷിസ്ഥലത്ത് നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ സന്തതികൾ അനുഗ്രഹിക്കപ്പെടും, നിന്റെ മൃഗങ്ങളും കന്നുകാലികളും വചനം മൂലം അനുഗ്രഹിക്കപ്പെടും, നിന്റെ ആട്ടിൻപറ്റം വചനം മൂലം അനുഗ്രഹിക്കപ്പെടും. നിയമാവർത്തനം 28 അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, നിന്റെ അപ്പക്കുട്ടയും നിന്റെ മാവ് കുഴക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. അതായത് നിന്റെ അടുക്കള പോലും അനുഗ്രഹിക്കപ്പെടുമെന്നാണ്. നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്യിച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. അനേക ജനങ്ങൾക്ക് നീ കടം കൊടുക്കും, നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. അതാണ് വചനത്തിൻ്റെ ശക്തി. വചനം നിന്നെ കടബാധ്യതകളിൽ നിന്ന് രക്ഷിക്കും. വചനം നിന്നെ ഒരു വിശുദ്ധ ജനമായി കാത്തുകൊള്ളും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചിന്തകളോടെ മനുഷ്യനാകാൻ ആഗ്രഹിക്കാം. മനുഷ്യനായി വരുമ്പോൾ, ദൈവവചനം നമ്മളിലേക്ക് വരുമ്പോൾ വചനം പറയുന്നുണ്ട്, അത് നമ്മളെ ദൈവമക്കളാക്കി മാറ്റും. അപ്പം ദൈവമക്കളാകാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. വിശുദ്ധിയുള്ള ജനമായി ആഗ്രഹിക്കാം. ലോകത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായി മാറാം. കർത്താവായ ഈശോ ദൈവവചനത്തെ നമ്മുടെ ഭവനങ്ങളിലേക്ക് അയക്കട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്താൽ, വചനത്തിൻ്റെ ശക്തിയാൽ നമ്മുടെ കുടുംബങ്ങളെ ബാധിച്ചിരിക്കുന്ന സകലവിധ തകർച്ചകളും ബന്ധനങ്ങളും മൃഗീയ വാസനകളും പാപബന്ധനങ്ങളും വിട്ടുപോയി നല്ല മനുഷ്യനാകാനും വിശുദ്ധിയുള്ള മനുഷ്യനാകാനും നമുക്ക് സാധിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.